അയ്യോ, അത്രയും ശ്രദ്ധിച്ചിരിക്കണത് മനസ്സിലാവണെങ്കില്. Say my name. വിഘ്നേഷ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഈ പബ്ലിക് ആയിട്ട് എന്നോട് ഞാൻ അപ്പോളജൈസ് ചെയ്യാം. ഹൈസൻബർഗിനെ വിഘ്നേഷ് കണ്ടെത്തി, ആ കമന്റിനെ മാമൻ കണ്ടെത്തി, ജാവയെ ഞാൻ കണ്ടെത്തി. KV എന്തെങ്കിലും ഒന്ന് കണ്ടെത്തൂ ഇതിന്റെ അകത്ത്. ഇതിന്റെ ಅರ್ಥ ಅದನ್ನೇ ಮಂದೆಲ್ಲ ಟಿಕೆಟ್ ಬುಕ್ ಅಂತ ಆಗಸ್ಟ್ 14 ಹೋತು ಸೂಲಸಿ ನಾವು. ಹೌದು, ಈಗ ನೀವು ಕೇಳಿರೋದು ತುಳು. ನಾನು ಕನ್ನಡದಲ್ಲಿ ಟ್ರೈ ಮಾಡ್ತೀನಿ. ഒരു പാൻ ഇന്ത്യൻ റിയാക്ഷൻ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് 9 മണി മുതൽ 9:38 വരെ പവർക്കെട്ട് പോലെ കാത്ത് 9:50 ആയിരിക്കാണ്. 50 മിനിറ്റ് കഴിഞ്ഞ് സാധനം എത്തിയിരിക്കും. അതെ, സാധനം എത്തിയിരിക്കുകയാണ്. ഒരു 30 മിനിറ്റ് പവർ കട്ടാണെങ്കിലും സാധനം എത്തിയിരിക്കുകയാണ്. അപ്പൊ ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. കൂലി പവർ ഹൗസ്. സെറ്റ് ഓഫ് വാച്ചസ് ആണ് വെപ്പാണ്. വെറൈറ്റി വെപ്പാണത്. രജനീകാന്തിന്റെ ആ ഒരു ഷാഡോ എഫക്ട് എന്റെ മോനെ, ഇത് പവർ ഹൗസ് തന്നെ. പവർഫുൾ. വല്ലാത്തൊരു എനർജി തന്നെയല്ലേ മൂപ്പർ എപ്പോഴും സ്ക്രീനിൽ കാണുന്ന സമയത്ത്. ആ ഇതിന്റെ ഫ്രണ്ട് ഷോട്ട് ഞാൻ കാത്തിരിക്കാൻ. ആ ടീസറിൽ ഇവർ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൈൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്ലേസ് ആണെന്ന് തോന്നുന്നു. ഷിപ്പ് യാർഡാന്ന് തോന്നുന്നു. ഷിപ്പ് യാർഡല്ലേ? അതൊരു കട്ട് ചെയ്ത്, അതായത് സ്വാഗ് നല്ല രീതിക്ക് ഉണ്ടായിരിക്കും. എന്താണെങ്കിലും ഇഷ്ടം പോലെ. ഇത് ലോക്കിവേഴ്സിന്റെ പാർട്ടാണോ ആണെന്നാ പറയുന്നത്. അല്ലാതും പറയുന്നല്ലോ. ഈ കയറ്റി അയക്കുന്ന ചിലപ്പോ ഇതായിരിക്കും സ്കോർപിയോ മറ്റേ. അങ്ങനത്തെ സിമ്പലും കൂടി വെച്ചാൽ എന്തായിരിക്കും ഇതിൻ്റെത്? വേറെ ലെവലായിരിക്കും അത്. ലോക്കിവേഴ്സിന്റെ പാർട്ടാക്കിയാൽ അടിപൊളിയായിരുന്നു. കാരണം വെച്ചാൽ ആരൊക്കെയാ ഇൻവോൾവ് ആയി വരുന്നത്. പിന്നെ ഇതൊരു വലിയ ഇന്ത്യൻ സിനിമ കണ്ടാൽ തന്നെ ഒരു ഹിറ്റ് സംഭവമായി മാറും. കാരണം തമിഴ് ഫീമെയിൽ ഇൻഡസ്ട്രികളിലേക്ക് ഇത് വരുന്നുള്ളൂ മെയിൻലി. അസ്പർദ യൂണിവേഴ്സ് വെച്ചിട്ട് എല്ലാത്തിലും എന്തെങ്കിലും ഒരു ഹിണ്ടാക്കി വെക്കുമോ? ഒരു സിമ്പലോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഒരു കണക്ഷൻ വെക്കും. അത് ഉലകനായകനും സ്റ്റൈലിഷ് സ്റ്റാറും അവിടെ തന്നെ ഉള്ളു. അപ്പൊ പിന്നെ അതിലേക്ക് നമ്മളെ മൂപ്പരൊരു മാജിക് ശ്രദ്ധിച്ചോ നീ? അതായത് സാധാരണക്കാരിൽ ഒരാളാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും, എന്നാൽ അതിമാനുഷികനും സൂപ്പർ സ്റ്റാർ ആണെന്നുള്ള വൈബും തരും. ഈ ഫ്രെയിം എനിക്കറിയാം. നമ്മളിലൊരാള്, നമ്മുടെ സാധാരണക്കാരിൽ ഒരാൾ എന്നുള്ളൊരു ഫീലും തരും. ഇവര് അടുത്ത ഷോട്ടിൽ നടന്നു വരുന്ന സീൻ കണ്ടോ? ഈ ഭയങ്കര അമാനുഷികമായിട്ട് പടത്തിലില്ലേ ഡീനോസറാന്ന് പറഞ്ഞിട്ട് മറ്റേ ഡയലോഗ് പറയുന്നത്, അതേപോലെ കൊള്ളാം. കളർ ഗ്രേഡിയന്റ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയ പോലെ തോന്നി എനിക്ക്. അതെ, പല സീനിലും അതെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ലിറിക് വീഡിയോയിൽ അനിരുദ്ധ് രജനീകാന്തിന് ഓവർ ഷാഡോ ചെയ്തില്ലേ മൂപ്പര് കോണ്ടന്റ്. ഇതുണ്ടല്ലോ ഈ പോസ്, ഈ ബാക്ക് എന്നുള്ള ഒരു പഴയ ഏതൊരു ഭയങ്കര സ്റ്റാൻഡിങ് പോസ് ആയി. കൊള്ളാം. ഒരു സില്ലൗട്ടില് വരെ മാസില്ലേ? അതില് കളർ ആയിട്ട് ഒരു സാധനം മാത്രം ഉണ്ടല്ലോ. അത് ഗോൾഡ് കളറിലെല്ലാം ഇവര് കളർ ഗ്രേഡില് ഗോൾഡ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആയുധം, വാച്ച്, പൈസ, ഗോൾഡ് കോയിൻസ്. പക്ഷേ ഒരു പ്രത്യേക വെപ്പണാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനത്തെ വെപ്പൺ ഞാൻ ഒരു പടത്തിലും കണ്ടിട്ടില്ല. വാച്ചുകൾ കോർത്ത് ചങ്ങല പോലെ ആക്കി വെച്ചത്. ചങ്ങലായിരിക്കും അത്. എന്തോ അതിലൊക്കെ എന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ സംബന്ധമെറുക്ക്. ഇത് എന്താ പറയാ, ഇത് ശരിക്കും ഇപ്പൊ എങ്ങനെ പോണെന്ന് വെച്ചാല് ഇപ്പൊ തന്നെ വെയിറ്റിംഗ്. ഇപ്പൊ 9 മണി എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഒരു ഏകദേശം 3/4 മണിക്കൂറിന്റെ എനിക്കൊരു സംശയം, മാർക്കറ്റിംഗ് തന്ത്രം ആണോ എന്നുള്ളത്. ഒന്ന് കാത്ത് വെപ്പിച്ചിട്ട് ഒരു മറ്റേ ഈ പരിപാടിക്ക് അവതരിപ്പിക്കുന്ന പോലെ വെയിറ്റ് ചെയ്തിട്ട്. അല്ല, നമ്മൾ ഇത് കാണാൻ പോകുന്ന സമയത്ത് 15K ഉള്ളത് ഇപ്പൊ 38K ആയി. 3 മിനിറ്റ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളൂ. അപ്പോഴേക്കും 25,000 വെച്ചിട്ടൊക്കെ കേറുന്ന ലൈക്ക്. അല്ല, ഇത് ട്രെൻഡിങ് നമ്പർ 1 വരുന്നുണ്ടാവും മിക്കവാറും. ഇത് എന്താ പറയുക, ഇവര് ഒരു സ്റ്റേജ് വൈസ് ആണ്. അതായത് ഇത് ഒഫീഷ്യൽ ലിറിക് വീഡിയോ അല്ലേ. അടുത്ത ഇതുപോലെ ഓരോ അടുത്ത സോങ് വരും. ഇത് അങ്ങനെ പടം എത്തിക്കുമ്പോഴേക്കും ഇത് ഭയങ്കര മെയിൻ സ്ട്രീമിൽ എത്തൂലേ മാർക്കറ്റ്. റിലീസ് ഡേറ്റ് വന്നില്ലല്ലോ. ഓഗസ്റ്റ് 25, 2020 ഓഗസ്റ്റ് 14. അന്ന് രാത്രി വേണമെങ്കിൽ പോയി കാണാവുന്നതാണ്. 15 നിർബന്ധമായിട്ടും കാണണം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഈ പടക്ക അങ്ങനെ കണ്ടില്ലേ പിന്നെ എന്താ? ഓഗസ്റ്റ് 15 യാത്ര ദിവസമൊന്നുമില്ല, കായി തുടങ്ങിയല്ലോ. എത്തി. ഇത് കണ്ടപ്പോ എനിക്ക് കൊറേ ലിയോ ടച്ച് തോന്നി എനിക്ക്. ആ ഒരു
അത് ലോക്കി വൈസിന്റെ ഒരു ടച്ച് ഉണ്ട് മൊത്തം. എല്ലാ ആയുധങ്ങളും അവർ എടുത്തിക്കുന്നത് കൊടക്കമ്പി ഇട്ടിട്ട് പലജാതി ഐറ്റംസ് എല്ലായിടത്തും ഓരോ ടൈപ്പ് ടൂളാ. കത്തി എല്ലായിടത്തും കത്തി ഒന്നല്ല, പല ടൂളാ. വിഘ്നേഷ് എന്റെ ഡീകോഡിങ് എന്താണ്? ഇതിലെന്ത് ഡീകോഡ് ചെയ്യാൻ? കേക്കട്ടെ, അല്ല എന്റെ ഒരു ഒബ്സർവേഷൻ എന്താണ് ഇതില്? കത്തി കൊണ്ട് വെട്ടിയാ ചോര വരും. അല്ല ഇത് ഈ വീഡിയോന്റെ ഡീകോഡിങ് അറിയില്ല, മറ്റേ ഇതിന്റെ ടീസർ എന്തോ ഇറങ്ങിയിട്ടുണ്ടായില്ലേ, അതിലുള്ള ഒരു ഡയലോഗ് ആരോ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഒരു കമന്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെന്തോ ഞാൻ പറയുന്നില്ലേ, എന്ത് മുടിച്ചിട്ടാണല്ലോ അങ്ങനെ എന്തോ പറയുന്നില്ലേ, എന്താ തമിഴ് വേർഡ്? അതായത് എങ്ങനെയാണെന്നറിയോ സംഭവം? ഈ ലോക്കി വേഴ്സ് തുടങ്ങിയത് ഒരു ടീസറാണ്. അതില് കമലഹാസൻ സാർ അറ്റത്ത് നിന്നിട്ട് ക്യാമറ അടുത്ത് വരുന്ന സമയത്ത് ഇനി നമുക്ക് തുടങ്ങാന്ന് പറയും. ഈ പടത്തില് ഇനി നമുക്ക് തീർക്കാന്ന് പറയും രജനീകാന്ത്. ഉൾട്ട കറക്റ്റ്. ബട്ട് അങ്ങനെ ഇട്ടിട്ട് അവര് ക്ലെയിം ചെയ്യുന്ന ഇത് അതിന്റെ ലോക്കി വേഴ്സിന്റെ പാട്ടല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ ലിങ്ക് വെക്കുമ്പോ എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു ഫ്രെയിമില് രജനി സാറും കമലഹാസൻ സാറും ഒക്കെ വരുന്നത്. ഞാൻ വിജയ് രജനി കോമ്പിനേഷനേക്കാളും ആഗ്രഹിക്കുന്നത് കമൽ രജനി കോമ്പിനേഷൻ കാണാനാ. തീർച്ചയായിട്ടും അതാ പറഞ്ഞ ഉലകനായകൻ സൂപ്പർ സ്റ്റാർ കൂടി ഒരുമിക്കുന്ന ഒരു പടെങ്കിലും അങ്ങനെ വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്ക്. കുറെ കാലത്തിന് ശേഷം മുമ്പ് ഒരു കുറെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഒറ്റ പടെങ്കിലും വേണ്ടേ? നമ്മള് മമ്മൂക്കലാലായിട്ട് ആഗ്രഹിക്കുന്ന പോലെ ഇപ്പൊ മറ്റേ ഷൂട്ട് തുടങ്ങിയ പടം ഉണ്ടായിരുന്നു. അതല്ല ഇപ്പൊ അടുത്ത് മഹേഷ് നാരായണൻ ചെയ്യുന്ന ഒരു മൂവി സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ. അതുകൊണ്ട് അതെ പക്ഷെ അതിപ്പോ തൽക്കാലം ഇതായിട്ടുണ്ട് തോന്നുന്നുണ്ട്, ഹോൾഡ് ചെയ്തിരിക്കാ തോന്നുന്നുണ്ട്. ഇതില് അവർ രണ്ടുപേരും ഉണ്ടാവില്ല. ഏറ്റവും ലാസ്റ്റ്, അതെ നമ്മൾ ഈ മറ്റേ അവഞ്ചേഴ്സ് ഒക്കെ പോലെ ഏറ്റവും ലാസ്റ്റ് ഷോ സിനിമയിൽ അത് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെയല്ല, ഇത് ലാസ്റ്റ് ക്രെഡിറ്റ് സീനിലെ മറ്റൊരു സീൻ ഒറ്റ ഉണ്ടാവും, അതും ബാക്ക് ഷോട്ട് ആയിരിക്കും. ലിയോയിലുണ്ടല്ലോ, ലിയോയില് വിളിച്ച് പറയുന്നില്ലേ, ലിയോ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ലിയോ സ്റ്റാൻഡ് അലോൺ ഫിലിം ആണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അവർ ഇറക്കിയത്. പക്ഷേ ദേവർ സേവിങ് ഇറ്റ് ഫോർ ദ സർപ്രൈസ്. അതേപോലെ ഇതും ചിലപ്പം. ഇതില് ആരെങ്കിലും ബ്രേക്കിംഗ് ബാഡ് കണ്ടു തീർത്തിട്ടുണ്ടോ? അതിന്റെ റെഫറൻസ് ഇതില് പറയുന്നുണ്ട് കമന്റ് സെക്ഷനിൽ വരുന്നത്. ലൈക്ക് എയ്സൻബർഗിന്റെ സേ മൈ നെയിം എന്നുള്ള സംഭവം ഇത് ഏതോ ഒരു പോയിന്റ് ഉണ്ട്, അങ്ങനത്തെ റെഫറൻസ് ബ്രേക്കിംഗ് ബാഡ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കമന്റ് സെക്ഷൻ കിടക്കുന്നുണ്ട്. സേ മൈ നെയിം തമിഴിലും മലയാളത്തിലും പറഞ്ഞാൽ ചിലപ്പോ കോമഡിയും. എന്റെ പേര് പറ. മലയാളത്തിലാക്കിയ രസം ഉണ്ടാവില്ല. പറയടാ എന്റെ പേര്. എൻ പേര് സൊല്ല്. 2.26 ടൈം. 2.26 അങ്ങനത്തെ റെഫറൻസ് കിടക്കുന്നുണ്ട്. 2.26 നോക്കട്ടെ. മാമന്റെ ഒബ്സർവേഷൻ വേറെ ലെവൽ. എന്റെ ഒബ്സർവേഷൻ അല്ല, ഞാൻ തപ്പി കണ്ടുപിടിച്ചു. നീ ചിലപ്പോ വേറെ കോണ്ടന്റ് ഇത് നോക്കട്ടെ. ലിറിക്സിലാണോ ഇനി? നത്തിങ് പരട്ട പവർ ഹൗസേന്നോ? പരട്ട പവർ ഹൗസേ. വൈകാതെ തമിഴ് പഠിക്കേണ്ടി വരും. ഗൂസ്ബംസ്, അതെ മൊത്തം പാട്ട് ഗൂസ്ബംസ് ആയതുകൊണ്ട് നോക്കണ്ട. 2.26 സേ മൈ നെയിം ലോർഡ് ഐസൻബർഗ് ഗോട്ട് ഗൂസ്ബംസ്. ഇപ്പൊ നമ്മള് 2:23 മുതൽ കേൾക്കാം. പരട്ട പവർ ഹൗസ് എന്ന് പറയുന്ന മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അവിടെ അവനോട് തന്നെ റിപ്ലൈ ചെയ്ത് ചോദിക്കാം. അവിടെ ചോദിക്കാം എന്താ സംഭവം. വേറൊരാൾ ഇട്ടുണ്ട്, അതാ ഞാൻ പറഞ്ഞ എന്താ റെഫറൻസ്? പുരിയലയെ. അതെ, അല്ലെങ്കിൽ നമ്മളെ റിയാക്ഷൻ കണ്ടിട്ട് ആർക്കും അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് പറഞ്ഞാലും മതി, നമുക്ക് അറിയാത്തോണ്ടാണ്. മൂപ്പർക്ക് എന്റെ തമിഴ് മനസ്സിലായില്ലെങ്കിലോ ബ്രോ ക്യാൻ യു എക്സ്പ്ലെയിൻ വേർ ഇറ്റ് ഇസ്? അത് ബ്രേക്കിംഗ് ബാഡ് എനിക്ക് എവിടെയും അറിയുന്നില്ല. ഞാൻ ബ്രേക്കിംഗ് ബാഡ് 4 തവണ കണ്ടിരുന്നു. ആഹാ, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടാണ്, പക്ഷെ എനിക്ക് മനസ്സിലായില്ല എവിടെയാ സംഭവം. ഇതെന്താ ബൈബിളോ ഗീതയോ മറ്റോ കാണാനും വായിക്കാനും? അതിന്റെ ഡയലോഗ് എല്ലാം മെമ്മറൈസ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് മോശാണ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ലൈന്, തലൈവൻ ഇറങ്ങട്ടുമേ. എടാ നമ്മള് ഇത്ര നേരം 226 ഓഡിയോ അല്ലേ ശ്രദ്ധിച്ച് വിഷ്വൽസ് നോക്കാം. ഓ കറക്റ്റ്. ഞാൻ അത് നോക്കിയപ്പോ നിനക്ക് വോയിസ് കേൾക്കണമായിരുന്നു. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും നമുക്ക് ഓരോരോ സെക്ഷനായിട്ട് പോവാം. ഇതിൽ ഐസൻബർഗിന്റെ സാധ്യത ഞാൻ കാണുന്നില്ല. ഈ മുമ്പിലിരിക്കുന്ന ഡ്രൈവർ ആണോ ഇനി റെഫറൻസ്? സൗണ്ട് ഓൺ ആക്കി വെക്കണ. സേ മൈ നെയിം എന്ന് പറയുന്നുണ്ടോ? എനിക്ക് കേൾക്കുന്നില്ല. പറയുന്നുണ്ടെങ്കിലും കേൾക്കുന്നില്ല. അല്ല, സേ മൈ നെയിം എന്ന് പറയുന്നില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമുക്ക് അറിയില്ല, ഫാൾസ് ഇൻഫർമേഷൻ ആണോന്ന് അറിയില്ല. എന്തായാലും നോക്കാം, കമന്റ് വരട്ടെ. ഇതിലൊരു ലവ് ടച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു എന്താ 0.25 വെച്ചിട്ട് ഒന്ന് പ്ലേ ആക്കി.
0.25 ഓക്കെ. അതൊന്നും മനസ്സിലാവില്ല. ഈ CBI എത്തേണ്ടവനായിരുന്നടാ. 0.25 റിയാക്ഷൻ ഓഫ് കേട്ടോ അപ്പോഴേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എല്ലാം കോമഡിയാ. 0.25 കേട്ടോ. ലെറ്റ് സ്റ്റാർട്ട്. 0.5 വെച്ചോ. ലേശം വന്നിരിക്കാം. ഇവൻ മറ്റേ FIR മറ്റേ സംഭവം കളിക്കുക. FIR രാക്ഷസ രാജാവിലല്ല, ആ മറ്റേ തീപ്പട്ടിക്കോല് കിട്ടിയിട്ട് അനുസരിച്ചോ എങ്ങനെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. എന്നിട്ട് അവസാനം പല്ല് തോണ്ടും. വിഘ്നേഷ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഈ പബ്ലിക് ആയിട്ട് എന്നോട് ഞാൻ അപ്പോളജൈസ് ചെയ്യാം. ഐ എം റിയലി സോറി. പറയണ്ടോ? അത് എല്ലാവരും ക്ലാപ്പ് അടിക്കണം. വിഘ്നേഷ് ഡിസേർവ്സ് എ ക്ലാപ്പ്. ഞാൻ കണ്ടുപിടിച്ചു. ഞാനല്ല, വിഘ്നേഷ് കണ്ടുപിടിച്ചു. നമുക്ക് ഒരു പ്രാവശ്യം കൂടി അത് പ്ലേ ചെയ്ത് കേൾക്കാം. എന്റെ മോനെ, ഇന്നത്തെ ലൈവ്, ഇന്നത്തെ പ്രോഗ്രാം മുതലായി. പക്ഷെ ലൈവിൽ അല്ല, ഞാൻ ഇത് കട്ട് ചെയ്യൂല, ഞാൻ തന്നെ ഇടും. എനിക്കൊരു കുഴപ്പമില്ല. അത് ഹൈസൻബർഗിന്റെ വോയിസ് തന്നെയാടാ. ഹൈസൻബർഗിന്റെ വോയിസ് തന്നെ അവരിട്ട്. കേക്കണം, കേക്ക്. അയ്യോ, അത്രയും ശ്രദ്ധിച്ചിരിക്കണത് മനസ്സിലാവണെങ്കില് അത് ഹൈസൻബർഗിന്റെ വോയിസ് തന്നെ ഇട്ട്. ഓ മൈ ഗോഡ്. 4 പ്രാവശ്യം കണ്ടെന്ന് പറഞ്ഞ സത്യടാ. അത് മാത്രമല്ലടാ, ഇത് ഈ ഒറ്റ വീഡിയോ 2.26 ഇത് പറയുന്നുണ്ട്. ഒരുത്തത് കമന്റ് ചെയ്യണതിന്റെ എന്തോരം കണ്ടിട്ടാവും ഇത്. ഓവനെയാ സമ്മതിച്ചു കൊടുത്ത്. അവനാരെ പേരെന്താ? സൗരഭ് മച്ചി. 0.5 ഇട്ടിട്ട് സ്ലോ മോഷനിൽ ഇരുന്ന് ശ്രദ്ധിച്ച് കേട്ടോ. You got damn right. So, ഒരു എന്തോ കണ്ടുപിടിച്ച പോലെ ഒരു ഫീൽ. സത്യം. ആളുകൾ ഇത്രയും ചിന്തിച്ച് കാണുന്നുള്ളത് എല്ലാവർക്കും ഇതാക്കാം. പക്ഷെ ലിറിക്സിനൊന്നും കൊടുത്തിട്ടില്ല അല്ലെ ഈ സാധനം. സേമനൊന്നും കൊടുത്തിട്ടില്ല അല്ലെ? ഇല്ല. അത് ഫസ്റ്റ് കണ്ടുപിടിച്ച സൗരഭിനും അത് ആ കമന്റ് കണ്ടുപിടിച്ച മാമനും അതിന്റെ ഉള്ളിൽ ഇത് പ്രൂവ് ചെയ്ത വിഘ്നേഷിനും നമ്മൾ ഇതിലൂടെ അതീവമായ നന്ദി അറിയിക്കുന്നു. അതെ. ഇതുപോലെ എന്തെങ്കിലും ഒരു കണ്ടെത്തലുകൾ അനക്കിതിൽ പറയാനുണ്ടോ ഈ 3 മിനിറ്റ് 28 സെക്കൻഡ് ഉള്ള വീഡിയോയില്? എനിക്ക് പ്രത്യേകിച്ച് കണ്ടെത്തലുകളൊന്നുമില്ല. ഞാൻ തലൈവരെ മാത്രമേ കാണുന്നുള്ളൂ. ട്രൂ തലൈവർ ഫാനാണ് ഞാൻ. വീണ്ടും പറയുന്നു, നമ്മൾ പറഞ്ഞു മടുത്ത കഥയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു. 2000 ഐ റിമൈൻഡ് യു സംതിങ് KV, 2016 ഒരു യൂണിവേഴ്സിറ്റി എക്സാം രാത്രി ആയിരുന്നു. പടയപ്പ സിനിമ അന്ന് രാത്രി 9 മണിക്ക് ബുക്ക് തൊടാതെ പടയപ്പ സിനിമ കണ്ടു തീർത്ത് പിറ്റേ ദിവസം എക്സാമിന് പോയ ട്രൂ രജനി ഫാനാണ് KV. എന്തുകൊണ്ട് പടയപ്പ അന്ന് രാത്രി കണ്ടു എന്ന് ചോദിക്കും. അന്ന് വീട്ടിൽ പോയി വന്നപ്പോൾ ഞാനൊരു പകുതി കേടായ ഒരു ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു. അതായത് മൈക്കൊന്നും വർക്ക് ചെയ്യില്ല, പക്ഷെ നല്ല ഗുമ്മിൽ. അന്നത്തെ കാലത്തെ കിടിലൻ സാധനം ഐബെല്ലാണ്. പക്ഷെ അന്ന് നമുക്ക് ഐബെൽ എന്ന് വെച്ചാൽ ആപ്പിൾ എയർപോർട്ടിന് അങ്ങനെ ഐബെലിന്റെ ഒരു ഹെഡ്സെറ്റ് കിട്ടിയിരുന്നു. എൻ്റെ അടുത്താണെങ്കിൽ പടയപ്പയുടെ മൂവി ഫയലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗുമ്മിൽ കേൾക്കാന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. പിന്നെ KV ഒന്നും ചിന്തിച്ചില്ല. എക്സാം നാളെ വരട്ടെ, പടയപ്പ ഇനി വരൂല എന്ന് പറഞ്ഞിട്ട് രാത്രി ഇട്ട് കണ്ട. അതിന്റെ തെളിവിന് ആ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ശരിയാ, എനിക്ക് തോന്നുന്നു എക്സാം പിന്നെയും വന്നു തോന്നുന്നു സപ്ലൈയുടെ രൂപത്തിൽ. മറ്റേ സാമ്പാർ വന്നു, പച്ചടി വന്നു, കിച്ചടി വന്നു പറഞ്ഞ പോലെ കൊറേ ഇങ്ങനെ വന്നു. അല്ല അതിനകത്ത് അന്ന് ഭയങ്കര അത് ഇമ്പാക്ട് ചെയ്യുന്നില്ല. മാത്രമല്ല നമ്മൾ ഫോണിലല്ലേ ഇത് കാണുന്നത്. ഫോണില് ഇതാ സ്ക്രീനിൽ ഇങ്ങനെ പാട്ടും ഭയങ്കര സംഭവല്ലേ. അതിനകത്തുള്ള ഓരോന്ന് വെച്ചാൽ ഭയങ്കരല്ലേ. പക്ഷേ അന്ന് സപ്ലി വന്നെങ്കിലും പടയപ്പ സിനിമയിലുള്ള പോലെ തന്നെ ഒന്നേന്ന് തുടങ്ങി ഇന്ന് ഒരു വിജയകഥ സൃഷ്ടിച്ചിരിക്കുകയാണ് KV. സോ അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ പൊട്ടിക്കാൻ അതിന് രജനി സാറിന് ഒരുപാട് നന്ദി. KVനെ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ ഇൻസ്പിറേഷൻ ആയതിൽ. KVനെ മാത്രമല്ല എല്ലാവരും. ഇതിപ്പോ എല്ലാരും ഓരോ കണ്ടെത്തലുകൾ പറഞ്ഞ സ്ഥിതിക്ക് മാമൻ ഓൾറെഡി പറഞ്ഞു. എന്നാലും മാമൻ വേറെ എന്തെങ്കിലും മാമന് സ്ട്രൈക്കിംഗ് ആയിട്ട് ഇതിൽ തോന്നിയിട്ടുണ്ടോ? വേറെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. മെയിൻലി എക്യുപ്മെന്റ്സിലൊക്കെ കളർ കൊടുത്തിട്ടുണ്ട് അവര്. കയ്യിലെ മറ്റേ വള, പിന്നെ പോരാത്തതിന് വാളുകള്, മറ്റേ വണ്ടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളർഫുൾ ആക്കി വെച്ചിട്ടുണ്ട്.
എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ഇതിനെ പറ്റി ഡീകോഡ് ചെയ്ത് സംസാരിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്കൊന്നും ഇല്ലാതെ ഫ്രഷ് മൈൻഡ് ആയിട്ട് പോയി കാണണേ പടം. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ കൂളായിട്ട് ഒരു എന്റർടൈൻ ചെയ്ത് പോണം. ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഇങ്ങനെ കണ്ട പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജിത്തിന്റെ ബിഡാമിയർച്ചയാ. ഒന്നും ചിന്തിക്കാതെ പോയിട്ട് അസേ ഫാൻ പോലെ ഇരുന്ന് കണ്ട പടം അത്. അതുപോലെ എനിക്ക് ഇരുന്ന് കണ്ടു ഒച്ചവിടി ഉണ്ടാക്കി പേപ്പറൊക്കെ മുകളിലേക്ക് പറത്തി ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കാണണം. വേറെ ഒരു ഡീകോഡിങ്ങും ഇതിന്റെ മുകളിലില്ല. ഇത് ഏതാണ് വണ്ടി? കിട്ടുന്നില്ല. ജാവി ഒന്നല്ലല്ലോ, പഴയ ജാവി അല്ലേ. ഇവിടെ മറ്റേ ഈ എംബ്ലം നോക്കുന്ന ഇതിന്റെ മുകളിലല്ലേ. നീ കണ്ടാ ആ മാർക്ക് കണ്ട? ഇവിടെ കിട്ടിയില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല? മറ്റേ എഫ്ഐആറിൽ ചോദിക്കുന്നതിൽ മനസ്സിലായില്ല? ഇനി ഞാൻ ആ മാർക്കിലേക്ക് സൂം ചെയ്ത് തരാം. സൂക്ഷിച്ച് നോക്ക്. കമോൺ, കിട്ടിയില്ല? വെയിറ്റ് ഇപ്പൊ വരും. നിങ്ങൾ ഈ 3 വര കണ്ടോ അവിടെ കാലിന്റെ അടിയില്? കണ്ടാ മാമ? കേവിയെ കണ്ട് ഇവിടെ ആ 3 വര നോക്ക്. ഇത് നാസയുടെ മറ്റേ സോഫ്റ്റ്വെയർ അല്ലേ, മമ്മൂട്ടി പറയുന്ന പോലെ. ഇതിപ്പോ നമ്മളിപ്പോ എങ്ങനെയാണ് ഇത് സൂം ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നത്. ഒരു മിനിറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്യാം. ഇത് പഴയ ജാവിയാ. ആ 3 വരയാണ് ഈ 3 വര. ഓക്കെ, 1980. ഓ, ഞാനൊന്നും കണ്ടെത്തിയില്ല എന്ന് പറയരുത്. നീ കണ്ടെത്തിയിരിക്കുന്നു, നിന്റെ കഴിവ് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. കേവി എന്തോ കണ്ടുപിടിക്കാൻ പോയത്. അതെ, ഇനി ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷെ അധികം വെയിറ്റിംഗ് ഒന്നുമില്ല. പാട്ടെത്തി, ലിറിക്കലെത്തി, സംഭവം കണ്ട് ബാമായിട്ട് ഇരിക്കണം നമ്മളെല്ലാരും. ഡീകോഡ് ചെയ്തു. ജാവയുടെ ഈ 3 വര ഇതിലുള്ള 3 വരയായിട്ട് മാച്ചായി. അല്ല, അപ്പൊ ഇന്ന് ഹൈസൻബർഗിനെ വിഘ്നേഷ് കണ്ടെത്തി, ആ കമന്റിനെ മാമൻ കണ്ടെത്തി, ജാവയെ ഞാൻ കണ്ടെത്തി. കേവി എന്തെങ്കിലും ഒന്ന് കണ്ടെത്തൂ ഇതിന്റെ അകത്ത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തലവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കറക്റ്റ്. ഇനി അതിൽ ചോദ്യമില്ല. എന്നാ മാമ എൻഡിങ് നോട്ട് പറഞ്ഞു. അപ്പൊ ഇത് കൂടി ചേർത്ത് 5ാമത്തെ എൻഡിങ് നോട്ട് വരാൻ പോകുന്നു. എൻഡിങ് നോട്ട് പറയാൻ ഒന്നുമില്ല. നമ്മള് ലിറിക്കൽ വീഡിയോ ഒക്കെ കണ്ട് നമ്മളാകെ ബാമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓഗസ്റ്റ് എത്ര, 28 ശരി 14 ഡേറ്റ് മറക്കരുത്. ഓഗസ്റ്റ് 14 പണം തരാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അത് കാണുക, ഉഷാറാക്കുക. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഒറ്റ മൈൻഡ്. ഇതെന്നെ തമിഴില് പറഞ്ഞു. ആ കേവി പറഞ്ഞു. ವಿಘ್ನೇಶ್, ಇದು ಕನ್ನಡದಲ್ಲಿ ಹೇಳಿ. ಅಲ್ಲ, ನೀ ತಮಿಳು ಪರ, ಅಲ್ಚೆ ನೀ ತುಳುಲು ಪರ. ನೀ ತುಳುಲು ಪರ. ಓಕೆ, ಅಪ್ಪಗ ಮಂತರ್ಲ ಕೂಲಿ ಸಿನಿಮಾಸ್ ಓಡು ಆಗಸ್ಟ್ 14 ರಿಲೀಸ್ ಆಪಣು. ಫಸ್ಟ್ ಡೇ ಫಸ್ಟ್ ಶೋ ಏರ್ಲ ಇಂದನು ಬುಡಿಯರಾವನು ಮಂತರ್ಲ ಟಿಕೆಟ್ ಬುಕ್ ಅಂತ ಆಗಸ್ಟ್ 14 ಹೋತು ಸೂಲ ಸಿನಿಮಾ. ಹೌದು, ಈಗ ನೀವು ಕೇಳಿರೋದು ತುಳು. ನಾನು ಕನ್ನಡದಲ್ಲಿ ಟ್ರೈ ಮಾಡ್ತೀನಿ. ನಾವು ಈಗ ನೋಡಿರೋದು ಪವರ್ ಹೌಸ್ ಅಂತ ಒಂದು ಸಾಂಗ್ ಕೂಲಿ ಮೂವಿಯಿಂದ. ಸೊ ತುಂಬ ಎಕ್ಸೈಟ್ ಆಗಿದೆ, ತುಂಬ ಇಷ್ಟ ಆಯಿತು, ತುಂಬ ಚೆನ್ನಾಗಿ ಬಂದಿದೆ. ಸೊ ಎಲ್ಲರೂ ಆಗಸ್ಟ್ 14 ಈ ಮೂವಿ ನೋಡಿ ಒಳ್ಳೆಯದಾಗಿ ಈ ಮೂವಿ ಸಕ್ಸಸ್ ಆಗಿ ಅಂತ ಹೇಳಕ್ಕೆ ಇಷ್ಟಪಡ್ತೀನಿ. ಕೇವಿ ഒരു പാൻ ഇന്ത്യൻ റിയാക്ഷൻ. ഇനി മാമനിലേക്ക് പോവാം. യജിബു അലാ അൽ ജാമി മുഷഹബാദ് ഹദാ നബ്നു മുദഹാമി ജിദാനി. അജുദ് മാമ ഇൻ ദ ഗവാദ്. അദാനി ഇതിന്റെ അർത്ഥം അത് തന്നെയല്ലേ? അങ്ങനെ നമ്മളെ പാൻ ഇന്ത്യൻ അല്ല, പാൻ ഇന്റർനാഷണൽ റിയാക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തുളുവിലും ഹിന്ദിയിലും മലയാളത്തിലും കന്നഡയിലും അറബിക്കിലും നിങ്ങളിപ്പോൾ കേട്ടു. മാമൻ പറഞ്ഞത് കേട്ട് അമ്പര് നിൽക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് അത് അറബിക്കാണ്. അപ്പം എല്ലാവരും കൂലിക്കായി വെയിറ്റ് ചെയ്യുക. അടിപൊളിയാവട്ടെ കാര്യങ്ങൾ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. Hope you guys have enjoyed the video. ഒരുപാട് നല്ല മെമ്മറീസും മൊമെന്റ്സും പിന്നെ ഇതുപോലുള്ള കുറച്ച് നല്ല കോണ്ടന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ ചാനൽ. ഈ എപ്പിസോഡ് ഇവിടെ എത്തിയിരുന്നു. അടുത്ത എപ്പിസോഡ് കാണാനും ഇതുപോലുള്ള കോണ്ടന്റ്സ് തുടർന്ന് കാണാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. The only intention is to entertain you guys, so keep watching, keep supporting. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. Yeah.